എത്ര ഞാൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചോളൂ. 2 3 പ്രാവശ്യത്തെക്കുള്ളിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതെല്ലാം ഇരിക്കെ ആണ് ഇതുപോലുള്ള ആളുകൾ, ശംസുദ്ദീനെ കൂട്ടുള്ള ആളുകൾ അതിനോളം സീറ്റ് കിട്ടിയില്ല. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് പിണറായി കിട്ടാൻ പണി വെക്കണം. ഇപ്പോൾ ഈ 3-ാം തവണ ഭരണം കിട്ടാത്തതിൻ്റെ കാരണം അവരുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് എന്നുള്ളതിനെപ്പറ്റി അപഗ്രഹിച്ച് മനസ്സിലാക്കേണ്ടതിന് പകരം പിണറായിയുടെ ഒറ്റാളുടെ കുഴപ്പം കൊണ്ടും അത് മലപ്പുറം പ്രസംഗത്തിൽ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാഞ്ഞുകൊണ്ടും അതിനുള്ള എൻ്റെ ഇതൊരു ഭാഷ വന്നില്ല, എന്നും പറഞ്ഞില്ല, ഊക്ക് അതാണെന്നൊരു പ്രയോഗിച്ചു. ഇപ്പോൾ എല്ലാവരും സ്തുതിഗീതം പാടി കിടക്കുകയാണ്. ഈ സ്തുതിഗീതം പാടി കിടന്നിട്ട് പിണറായിയെ മാത്രം ഒറ്റപ്പെട്ടിട്ട് വെച്ചാടുമ്പോൾ ഈ സത്യം പറയാൻ ഒരാളെങ്കിലും വേണ്ടേ? ഇനി ഞാൻ പിണറായി കൊണ്ട് ഒരു കാര്യം സാധിച്ചിട്ടില്ല. ഇനി എനിക്ക് സാധിക്കേണ്ട പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുമില്ല. കൂടെ ഇരുന്ന് ശശി എനിക്കിട്ട് പണി വെക്കാവുന്ന മുഴുവൻ പണി വെച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടല്ല ഈ നടക്കുന്ന കേസുകളുണ്ടല്ലോ, അതിൻ്റെ ആ പോലീസ് കേസ് എന്താ അന്ന് റെഫർ ചെയ്യാൻ പറ്റില്ല. അതിനെപ്പറ്റി മഹേശൻ കേസ് ശശി ജയിച്ചോ? മലപ്പുറത്തെ തവനൂരിൽ ഒരു ചങ്ങായി ഉണ്ടല്ലോ, എന്താ അവൻ്റെ പേര്? ഈ നരേന്ദ്രമോദി താൻ വിശ്വഗുരുവാണെന്നും അതുപോലെ വി ഡി സവർക്കർ എന്ന് പറയുന്ന കാല് നക്കി ഞാൻ വീർ സവർക്കർ ആണെന്നും എന്നൊക്കെ അവകാശപ്പെട്ടതുപോലെ മലപ്പുറത്തിൻ്റെ എന്തോ പറയുമല്ലോന്, കിട്ടി മലപ്പുറത്തിൻ്റെ ചുൽത്താൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ചങ്ങാതി ഉണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ നടേശൻ ഇങ്ങനെ കുരച്ചുകൊണ്ടിരുന്നപ്പോൾ, നടേശൻ ഇങ്ങനെ വർഗീയത തുപ്പിക്കൊണ്ടേയിരുന്നപ്പോൾ അന്ന് അത് മുസ്ലിം ലീഗിനെതിരെയാ. നടേശന്റെ വാക്കുകൾക്ക് ഒരു എന്താ പറയേണ്ടത്, ഒരു വിശദീകരണം നൽകുന്ന ഒരു ചുൽത്താൻ ഉണ്ടായിരുന്നല്ലോ. ആ ചുൽത്താൻ കാവുംപുറത്തെ ചുൽത്താൻ ഇപ്പൊ എവിടെ പോയി എന്നാ ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇന്നിപ്പോ നടേശൻ പറഞ്ഞത് എന്താ, ഷംസീർ വർഗീയവാദിയാണ്, ഷംസീറിന് മുസ്ലിം ലീഗുകാരോടായിട്ടാണ് കൂറ്, ഷംസീർ ലീഗുകാരനാണ്, ഷംസീർ വർഗീയവാദിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചുൽത്താനും ടീമും ഇപ്പം എന്ത് പറയുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം ലീഗിനെ എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ലീഗുകാരെ വർഗീയവാദി എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. ഓൻ വിളിച്ചോട്ടെ ഓൻ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പം എന്താണെങ്കിലും കഴിഞ്ഞ നിയമസഭയിൽ CPM-ന്റെ പ്രതിനിധിയായിരുന്ന, നിയമസഭാ സ്പീക്കറായിരുന്ന ഷംസീർ വർഗീയവാദിയാണ്, ഷംസീറിന് ലീഗുകാരൻ്റെ മനസ്സാണ് എന്നാണ് ആര് പറയുന്നത്? നടേശൻ പറയുന്നത്. ഇപ്പം ചുൽത്താനും ടീമും ഇനി എന്ത് പറയുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി നടേശൻ പറഞ്ഞത് ഷംസീർ എന്നല്ല, നടേശൻ പറഞ്ഞത് ഷാജിയാണെന്നോ, അല്ലെങ്കിൽ നടേശൻ പറഞ്ഞത് ബഷീറാണെന്നോ, അല്ലെങ്കിൽ നടേശൻ പറഞ്ഞത് ഫൈസൽ ബാബു ആണെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നടേശൻ പറഞ്ഞത് എന്നെങ്കിലും പറഞ്ഞ് ഒരു ന്യായീകരണം, ഒരു ക്യാപ്സൂൾ ഇറക്കണേ ചുൽത്താനെ. മനസ്സിലായില്ലേ? ചുൽത്താൻ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഏത് നമ്മളെ ബഷീർ നിയമസഭയിൽ വിളിച്ചല്ലോ എരപ്പാന്ന്, ആ എരപ്പൻ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. നടേശൻ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും, ഇവൻ 2 കൈ നീട്ടി സ്വീകരിക്കും. നടേശൻ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കും, ഇവൻ 2 കൈ നീട്ടി സ്വീകരിക്കും. എന്തിനാ? കളയാനാണ് പിന്നെ ഇത് വാങ്ങാണ്ടെന്നാ പോരെ. അത് അങ്ങനെ തന്നെ നക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നടേശൻ്റെ ഛർദ്ദൽ നക്കാൻ വേണ്ടിയിട്ട് ഒരുത്തന് ഇവിടെ കാവുംപുറത്ത് കുത്തിരിക്കുക. ഇനിയിപ്പോൾ ഷംസീറിനെ വർഗീയവാദി എന്ന് വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കറിയേണ്ടത് ഈ ചുൽത്താനും പിന്നെ AKG സെൻറ്ററിലെ വക്താക്കളും ഇവരുടെ മറ്റുള്ള ബുദ്ധിജീവികളൊക്കെ ഇതിനെ എങ്ങനെ കാണുമെന്നുള്ളതാണ്. എന്താ നടേശനെ ഇങ്ങനെ പ്രകോപിതനാക്കാനുള്ള കാരണം? അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ഒരു പരിപാടി, ആ പരിപാടിയിൽ സഖാവ് കുഞ്ഞാലി അനുസ്മരണം, നിലമ്പൂരിലെ സഖാവ് കുഞ്ഞാലി അനുസ്മരണത്തിൽ വന്നിട്ട് ഷംസീർ പറഞ്ഞു, നമ്മൾ നടേശനെ തള്ളിപ്പറയുന്നതിൽ നമുക്ക് ഊക്കുണ്ടായില്ല എന്ന് പറഞ്ഞാൽ നടേശനെ കാറിൽ കയറ്റി കൊണ്ടു നടക്കില്ലായിരുന്നു വേണ്ടത്, നടേശൻ്റെ കരണ അടിച്ച് പൊട്ടിക്കായിരുന്നു വേണ്ടത് എന്ന് ആര് പറഞ്ഞ്? ഷംസീർ പറഞ്ഞ്. ആ പറഞ്ഞത് നടേശന് പറ്റിയില്ല. മനസ്സിലായില്ലേ? ആ പറഞ്ഞത് നടേശന് പറ്റിയില്ല. അതാണിപ്പോൾ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഷംസീറിനെ വർഗീയവാദിയാക്കിയപ്പോൾ. ഷംസീർ വർഗീയവാദിയാണ്. ഏതുപോലെ
ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് മലപ്പുറത്തെ ജനങ്ങളെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ആര് ഈ നടേശൻ. അന്ന് നടേശൻ്റെ ചർദ്ദൽ 2 കൈ നീട്ടി വാങ്ങുന്നവനായിരുന്നു ഈ എരപ്പൻ. ഇന്നിപ്പോൾ ഷംസീറിനെയാണ് പറഞ്ഞത് ഷംസീർ വർഗീയവാദിയാണ്. ശരി, എന്നാ പിന്നെ ഈ ഷംസീർ വർഗീയവാദിയാണെന്ന് പറയുമ്പോൾ AKG സെൻറ്ററിലുള്ളവനും ഇപ്പം AKG സെൻറ്ററിൽ പുതിയ അഡ്മിഷൻ എടുത്ത് കയറിയോന് ഏത് പെണ്ണുങ്ങളെയും കൂട്ടിപ്പോയിട്ട് പുതിയ അഡ്മിഷൻ എടുത്ത് കയറിയില്ലേ, ഓൻക്കും ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളതെന്ന് അറിയണം. മലപ്പുറത്തെ ഒരു ജനതയെ ഒന്നടങ്കം നടേശൻ അധിക്ഷേപിച്ചപ്പോൾ അത് ലീഗുകാരെയാണ് ഇത് പറഞ്ഞ് ഏത് അത് ലീഗുകാരെ പറഞ്ഞതാ. മുസ്ലിം സമുദായത്തിന് നേരെ ചെറ്റ വർത്താനം ഈ നടേശൻ പറഞ്ഞപ്പോൾ അത് മുസ്ലിം ലീഗിനെതിരെ ആരാ പറയുന്നേ? ഈ എരപ്പൻ വൽ അൽപ്പൻ ഇവൻ ഇത് പറഞ്ഞുകൊണ്ട് നടക്കിയിരുന്നു. എന്നാൽ ഇപ്പം പറയുന്നത് ഷംസീറിനെതിരെ. എന്താ ഷംസീറിൻ്റെ നടേശൻ്റെ കണ്ണിൽ ഇപ്പം ഷംസീറിൻ്റെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ എന്താ? ഷംസീറിൻ്റെ ന്യൂനത എന്താ? അത് വേറൊന്നുമല്ല, ഷംസീർ എന്നുള്ള പേര്. ഷംസീർ എന്നുള്ളൊരു പേര് ഷംസീർ എന്നാണല്ലോ. പേര് വിജയനെന്നോ ബാലനെന്നോ വിജയരാഘവനെന്നോ സുരേന്ദ്രനെന്നോ ഒന്നുമല്ലല്ലോ. അപ്പോൾ പേരെന്താ? പേര് ഷംസീർ എന്നാ. പേര് സജിയല്ല, പേര് സുരേന്ദ്രനല്ല, പേര് ബാലനല്ല, പേര് വിജയരാഘവനല്ല, പേര് വിജയനല്ല, പേര് അച്യുതാനന്ദനല്ല. പേരെന്താണ്? ഷംസീറാണ്. അപ്പം ഷംസീറാണ് എന്നുള്ള പേര് കണ്ടപ്പോഴാണ് വർഗീയവാദി എന്ന് വിളിച്ചത്. അപ്പം ഇത്രകാലം വർഗീയവാദി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് എന്ത് നോക്കിയിട്ടാന്നുള്ളത് മനസ്സിലായല്ലോ ഇപ്പം നിങ്ങൾക്ക്. ഇപ്പം ഷംസീറിനെ വർഗീയവാദി എന്ന് വിളിക്കാൻ എന്തേ കാരണം ഷംസീർ എന്നുള്ള പേരാ. അപ്പോൾ ഇത്രയും ദിവസം മലപ്പുറത്തെ ജനങ്ങൾ ഒന്നടങ്കം അവരെ വർഗീയവാദികളാക്കിയതിൻ്റെ കാരണം എന്താ? അവരെ പേര് തന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെയാണ് ഈ എരപ്പൻ വല്ല അൽപ്പൻ എന്താക്കിയത്? അത് ലീഗുകാർക്കെതിരെ. ലീഗുകാർക്കും എന്തും പറയാം എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഇവൻ്റെ വക അങ്ങോട്ട് കൊടുക്കുക. നടേശൻ അവിടുന്ന് ഛർദ്ദിക്കുക, എരപ്പൻ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുക. എരപ്പൻ സർട്ടിഫൈഡ് ബൈ എരപ്പൻ. ഉണ്ടല്ലേ? നിങ്ങൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ പോകുമ്പോൾ അതിൽ ഉണ്ടാവുമല്ലോ അറ്റസ്റ്റഡ് ബൈ. അതുപോലെ ഈ നടേശന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു സർട്ടിഫൈഡ് ബൈ എരപ്പൻ നൽകുന്ന സർട്ടിഫിക്കറ്റ്. എന്താ എരപ്പൻ നൽകുന്ന സർട്ടിഫിക്കറ്റ്? ലീഗുകാർക്കും തെറി വിളിക്കുക, ലീഗുകാർക്ക് വേണമെങ്കിലും വർഗീയവാദിയാക്കുക, ലീഗുകാർക്ക് വേണമെങ്കിലും അധിക്ഷേപിക്കുക. ഇതാ എരപ്പൻ്റെ സർട്ടിഫിക്കറ്റ്, സർട്ടിഫൈഡ് ബൈ എരപ്പൻ. ഇനിയിപ്പോൾ ഈ ഷംസീറിൻ്റെ കാര്യത്തിൽ ഈ എരപ്പൻ എന്ത് പറയുന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. എരപ്പൻ ഇതുവരെ മിണ്ടിയിട്ടില്ല ഈ വിഷയത്തിൽ. ഇനി ഷംസീറിൻ്റെ വിഷയത്തിൽ മുണ്ടുവോ ഇല്ല, അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ ഇരിക്കുമോ എന്നുള്ളതും അറിയില്ല. എന്താണെങ്കിലും കാത്തിരിക്കുക. അപ്പോൾ നടേശൻ ഛർദ്ദിച്ചിട്ട് കുറേ നേരമായിട്ടില്ല, നടേശൻ ഛർദ്ദിച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. അപ്പോൾ ക്ലീനിങ്ങിന് വരാൻ സമയമാകുന്നേ ഉള്ളൂ. വരും, എരപ്പൻ വരും. കാരണം എന്താ? എരപ്പൻ ഇപ്പോൾ അഡ്മിഷൻ എടുത്തതാണ് AKG സെൻറ്ററിൽ. അപ്പോൾ ഷംസീറിനെ വർഗീയവാദിയാക്കിയാലും എരപ്പന് കുഴപ്പമില്ല. കാരണം എന്താ? എരപ്പനെ വർഗീയവാദിയാക്കാതിരുന്നാൽ മതി. എരപ്പൻ്റെ നിലനിൽപ്പാ. അപ്പോൾ എരപ്പൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അടുത്ത പ്രസംഗത്തിൽ നടേശൻ എന്താക്കും? എരപ്പനെയും പറ്റി പറയും. അതുകൊണ്ട് എരപ്പൻ മുണ്ടൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ എരപ്പൻ ഇരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്താണെങ്കിലും എരപ്പൻ എന്താണെങ്കിലും എന്തെങ്കിലും ഒന്ന് മൊഴിയും, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ക്യാപ്സൂളെങ്കിലും ഇറക്കും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ഷംസീർ എന്ന പേരുള്ളത് കൊണ്ട് മാത്രമാണ് ഷംസീറിനെ വർഗീയവാദിയാക്കിയത്, ഷംസീറിന് മുസ്ലിം ലീഗുകാരൻ്റെ മനസ്സാണെന്ന് പറഞ്ഞത്, ഷംസീറിനെ ഒറ്റുകാരനാണെന്ന് പറഞ്ഞത്, ഷംസീർ പിണറായി വിജയനെ കൂടെ നിന്ന് കുത്തുകയാണെന്ന് പറഞ്ഞത് ഒക്കെ ഷംസീറിൻ്റെ ഒരു പേര് ഷംസീർ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. എന്താണത്? ഈ പറയുന്ന നടേശൻ വർഗീയവാദി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത് ആളുകളുടെയൊക്കെ പേര് കണ്ടിട്ടാണ്. അപ്പോൾ എരപ്പൻ പറഞ്ഞ അതല്ല, ആ ക്യാപ്സൂളല്ല കാരണം. അപ്പോൾ ഇതിലെന്താണ് ഇനി ക്യാപ്സൂൾ ഇറക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.